മൂന്നാം മംഗലത്തിലും നരേന്ദ്രമോദിയുടെ തേരോട്ടമാണോ? കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമോ? എൻഡിഎയും ബിജെപിയും വീണ്ടും വോട്ടർമാർക്കിടയിൽ ആധിപത്യം തുടരുകയാണോ? ആ പ്രവചനങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ ഫലസൂചനകളിലെല്ലാം ഉള്ളത്. എങ്കിൽ യഥാർത്ഥ ഫലം വരാൻ ഇനിയും 48 മണിക്കൂർ നേരം നമ്മൾ കാത്തിരിക്കണം. പ്രധാനപ്പെട്ട ഏജൻസികൾ നടത്തിയ ആ പ്രവചനം അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. എല്ലാ ഏജൻസികളും ഇന്നലെ ഫലം പ്രഖ്യാപിച്ച എല്ലാ ഏജൻസികളും ഇന്ത്യക്കും ബിജെപിക്കുമായിരിക്കും ഏറ്റവും വലിയ മേൽക്കൈ ഉണ്ടാവാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനകളാണ് നൽകിയത്. ഏറ്റവും മുകളിൽ കാണാൻ ടൈംസ് നൗ 358 സീറ്റ് NDA സഖ്യത്തിന് 358 സീറ്റ് ലഭിക്കും എന്താണ് ടൈംസ് നൗവിൻ്റെ പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് 152 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരും. മറ്റുള്ളവർ 33 സീറ്റിൽ വിജയിക്കും. ആക്സിസ് മൈ ഇന്ത്യ 361 മുതൽ 401 സീറ്റ് വരെ 400 കടക്കും എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ വലിയ ആത്മവിശ്വാസം. അത് ഒരുപക്ഷെ സംഭവിച്ചേക്കാം എന്ന സൂചന നൽകുന്ന ഒരു സർവേയാണ് ആക്സിസ് മൈ ഇന്ത്യ. 131 മുതൽ 166 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യം ഒതുങ്ങിയേക്കാം. 8 മുതൽ 20 മറ്റുള്ളവർ. ABP സർവേ കൂടി പരിശോധിച്ചാൽ 353 മുതൽ 383 വരെ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് എതിരെ ഇന്ത്യക്ക് വിജയം കൊയ്യാൻ കഴിയും. 152 എന്നതാണ് ഇന്ത്യ സഖ്യത്തിന് ഒരുപക്ഷെ വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം എന്നതാണ് ABP സർവേയുടെ ഫലം. ഇന്ത്യ TV പറയുന്നു 371 മുതൽ 401 സീറ്റ് വരെ, അതും 400 ഒരു പക്ഷേ ക്രോസ് ചെയ്യാൻ നേരിയൊരു സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ TV ആ സ്ക്രീനിൽ കാണുന്ന 371 മുതൽ 401 സീറ്റ് വരെ. 109 മുതൽ 139 ആയിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനം. 28 മുതൽ 38 സീറ്റ് വരെ എന്നതാണ് മറ്റുള്ളവരുടെയും കണക്ക്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ കൗതുകരമാണ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. കേരളത്തിൽ UDF വലിയ മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. ഈ അഭിപ്രായ സർവേകളെല്ലാം BJP അക്കൗണ്ട് തുറക്കുമെന്നും എല്ലാ സർവേകളും പ്രവചിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് തിരുവനന്തപുരം സീറ്റ്. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ, ശശി തരൂർ സിറ്റിംഗ് MP, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, 3 പേരും തമ്മിൽ തീപാർന്ന ത്രികോണ പോരാട്ടം നടന്ന തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് വിജയിച്ച് കയറാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന സൂചനകൾ നൽകുന്നുണ്ട് ഈ സർവേകൾ. അതേസമയം തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തോൽവി സംഭവിച്ചേക്കാം എന്ന സൂചന കൂടിയുണ്ട്. 1 മുതൽ 3 വരെ, 2, 3 എന്നിങ്ങനെ പലതരത്തിലാണ് ഈ സർവേകളിലെ പ്രവചനം. എങ്കിലും BJPക്ക് വലിയ സാധ്യത ഉണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി നേരത്തെ വിലയിരുത്തപ്പെട്ട തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ശശി തരൂരിന് ഇക്കുറി അടിപതറിയേക്കാം എന്ന ഒരു സൂചന കൂടി, കോൺഗ്രസ് സംബന്ധിച്ച അപകടകരമായ സൂചന കൂടി ഈ സർവേകൾ പ്രവചിക്കുന്നുണ്ട്. എല്ലാ സർവേയിലേക്ക് വന്നാലും തൃശ്ശൂരിൽ വിജയിക്കും എന്ന സൂചനയാണ് BJPക്ക് അനുകൂലമായി സർവേകൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ രാജ്യം തന്നെ ശ്രദ്ധിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഏറെക്കാലമായി അവിടെ സ്ഥിരമായി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ട് മാസങ്ങളായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. അതിൻ്റെ ഫലം ഒരുപക്ഷെ അവിടെ ഉണ്ടായേക്കാം എന്ന സൂചന നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ഏജൻസികളുടെ സർവേകൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ കോൺഗ്രസിനും CPIക്കും വലിയ വെല്ലുവിളി അവിടെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാണ് യഥാർത്ഥ ജനവിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട BJP സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. കേന്ദ്രമന്ത്രി V. മുരളീധരൻ മത്സരിക്കുന്ന മണ്ഡലം. V. മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാസുരൻ നേടിയ വോട്ടും മറികടന്ന് വിജയത്തിലേക്ക് പോകുമോ എന്നാണ് അവിടുത്തെ കൗതുകം. CPM ജില്ലാ സെക്രട്ടറി V. ജോയും സിറ്റിംഗ് MP മുൻ സംസ്ഥാന മന്ത്രി അടൂർ പ്രകാശും തമ്മിൽ മത്സരിക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എന്താകും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതൊക്കെ വലിയ കൗതുകമാണ്. ഈ 3 മണ്ഡലങ്ങൾ പ്രത്യേകമായി കാണിച്ചത്. ഈ 3 മണ്ഡലങ്ങളാണ് BJP നേരത്തെ തന്നെ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. ഈ 3 മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ അവർക്ക് വിജയം എത്തിപ്പിടിക്കാൻ കഴിയും എന്ന സൂചനകൾ നൽകുന്നുണ്ട് ഈ ഏജൻസികളുടെ സർവേകൾ. അത് എത്രത്തോളം മുഖവിലേക്ക് എടുക്കണം എന്നൊക്കെ ഈ ഒരു 48 മണിക്കൂറിലെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമാകുമെങ്കിൽ ഈ മണ്ഡലങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടും ഈ തിരഞ്ഞെടുപ്പിന് ശേഷവും എന്ന കാര്യത്തിൽ തർക്കമില്ല. വിവിധ ഏജൻസികളുടെ ഈ പ്രവചനങ്ങൾ, ആ പ്രവചനത്തിൻ്റെ വിശദാംശങ്ങൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേരളത്തിൽ UDF 13 മുതൽ 14 സീറ്റ് വരെ നേടുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ വിജയമാണ് ഈ ഏജൻസി പ്രവചിക്കുന്നത്. LDF 0 മുതൽ 1 സീറ്റ് വരെ. രണ്ടാമത്തെ ഏജൻസി ന്യൂസ് 18 പ്രവചിക്കുന്നു കേരളത്തിൽ BJP 1 മുതൽ 3 വരെ നേടുമെന്ന്. UDF 15 മുതൽ 18 വരെ, LDF 2 മുതൽ 5 വരെ. മൂന്നാമത്തെ ഏജൻസി ഇന്ത്യ TVയുടെ സർവേ പ്രകാരം BJP 1 മുതൽ 3 സീറ്റ് വരെ നേടാം. UDF 13 മുതൽ 15 വരെ, LDF 3 മുതൽ 5 സീറ്റ് വരെയും നേടാമെന്ന് ഈ ഏജൻസി പ്രവചിക്കുകയാണ്. മറ്റ് ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമായി BJPക്ക് കുറവ് സീറ്റ് പ്രവചിക്കുന്നത് ടൈംസ് നൗവും TV9 ഭാരത് പോൾ സ്റ്റാർട്ടുമാണ്. BJPക്ക് 1 സീറ്റ് എന്താണ് ഈ 2 ഏജൻസികളുടെയും പറയുന്നത്. തൃശ്ശൂരിനെയാണ് ഉദ്ദേശിക്കുന്നതാണ് ഇന്നലെ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഏജൻസികൾ പറയുന്നത് UDFന് 16, LDFനും താരതമ്യേന സീറ്റ് കുറവായിരിക്കും എന്നതാണ്. ഈ കണക്കുകൾ നോക്കൂ. UDF 17, 19. ABPയുടെ സർവേ ഫലമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. UDF 17 മുതൽ 19 വരെ, TV9 16 UDF, LDF 3, NDA 1,
ഒന്ന് എന്നത് തൃശ്ശൂരിനെയാണ് TV9 ഉദ്ദേശിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും BJP വലിയ പ്രതീക്ഷയിലാണ് ഈ സർവേ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം. അതേസമയം തന്നെ UDF വലിയ പ്രതീക്ഷയിൽ, CPM പക്ഷേ ഈ സർവേ പ്രവചനങ്ങളെ പാടെ തള്ളിക്കളയുകയാണ്.